കേരളത്തിലെ മുഖ്യമന്ത്രിയും കുടുംബവും ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോയിട്ടുണ്ട്. കുടുംബമായിട്ട് വിനോദസഞ്ചാരത്തിന് സ്വന്തം പോക്കിലെ പണം ചെലവാക്കി ഒരു മുഖ്യമന്ത്രി പോകുന്ന തെറ്റാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. പലരും അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. അടുത്ത മാസം 4-ാം തീയതി ഈ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ പേജ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു കുറിപ്പുണ്ട്, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. രാജ്യത്തെ CPM-ന്റെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പാർട്ടി 10-35 വർഷം ഭരിച്ച ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ആ സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നേ ഉള്ളൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയി ഒരു 4 വോട്ട് അല്ലെങ്കിൽ ഒരു 40 വോട്ട് പോലും പിടിക്കാതെ പുള്ളിക്കാരൻ ഹോൾഡേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് ഒരു പറയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന്. ഇന്ന് നോക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലി നടത്തുന്നു, അമിത്ഷാ ചെല്ലുന്നു, രാഹുൽ ഗാന്ധി ചെല്ലുന്നു. രാജ്യത്ത് BJP-യുടെയും കോൺഗ്രസിനെയും ചേർന്ന് വലുതുമായിട്ടുള്ള പല നേതാക്കന്മാരും വെസ്റ്റ് ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം 1-ാം തീയതി വരെ പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്ഥാനങ്ങളിൽ പോയി 4 വോട്ട് പിടിക്കേണ്ട